എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. ഒരു ബിസിനസ് നടത്തുന്ന ആൾ അല്ലെങ്കിൽ ഒരു സംരംഭകനായിട്ടുള്ള ആൾ തീർച്ചയായിട്ടും വലിയൊരു റിസ്ക് എടുത്തുകൊണ്ടായിരിക്കും ആ ബിസിനസ് തുടങ്ങുന്നത് തന്നെ. പലപ്പോഴും ബിസിനസ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ഒരു കാര്യമാണ് റിസ്ക് എന്നുള്ളത്. റിസ്ക് എടുക്കാനുള്ള മനോഭാവമാണ് ഓരോ സംരംഭകനെയും പലപ്പോഴും വ്യത്യസ്തനാക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് രസകരമായിട്ടൊക്കെ മാത്രം ചർച്ച ചെയ്താൽ പോരാ. ആ റിസ്കിനെ ശരിക്കും ഇവാലുവേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് റിസ്ക് എടുക്കുന്ന ആളുകളാണ് വിജയിക്കുന്നത്. അല്ലാതെ ചുമ്മാ റിസ്ക് എടുത്തുകൊണ്ട് മാത്രം വിജയിക്കണമെന്നില്ല. അപ്പോൾ ശരിക്കും റിസ്ക് എന്താണെന്നും റിസ്ക് മാനേജ്മെൻറ്റ് എന്താണെന്നും വളരെ വിശദമായി തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ റിസ്ക് എന്ന് പറയുമ്പോൾ എന്താ, ഏത് സമയത്തും എന്ത് അനിശ്ചിതാവസ്ഥ സംഭവിക്കാം. നമ്മളിപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ട്രാവൽ ചെയ്യുന്നതിനിടയിൽ ഉണ്ടാകുന്നൊരു ആക്സിഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ആയിരിക്കാം. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിനെയൊക്കെ നമ്മൾ റിസ്ക് എന്നാണ് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ കാര്യത്തിലും ബിസിനസ്സിൻ്റെ കാര്യത്തിലും ഒക്കെ ധാരാളം ടൈപ്പ് ഓഫ് റിസ്ക്കുകളുണ്ട്. എല്ലാവരും പേടിക്കുന്നത് ഈ റിസ്ക്കുകളെയാണ്. ഒന്നില്ലെങ്കിൽ ആ റിസ്ക് കാരണം മോണിറ്ററി ലോസ്, പണം നഷ്ടപ്പെടാം, റെപ്യൂട്ടേഷനെ അത് ബാധിക്കാം, സമയം നഷ്ടപ്പെടാം. ഇതൊക്കെ കൊണ്ടാണ് റിസ്ക് ഒഴിവാക്കുക എന്നുള്ളത് പലരും ചിന്തിക്കുന്നത്. ഈ ബിസിനസ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് സാധാരണ റിസ്ക്കുകളുള്ളത്? നാട്ടിലെ നിയമവശങ്ങൾ മാറുമ്പോൾ ഡീറെഗുലേഷൻ, പുതിയ റെഗുലേറ്ററി ആക്റ്റുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക്കുകൾ. ഷ്രിങ്കിങ് മാർക്കറ്റ് ചുരുങ്ങുന്നു, കൂടുതൽ ആളുകൾ കോമ്പറ്റീറ്റേഴ്സ് വരുമ്പോൾ മാർക്കറ്റ് ചുരുങ്ങുന്നു എന്നുള്ള റിസ്ക്കാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ അതിലുണ്ടാകുന്ന ഭേദഗതികൾ നമുക്ക് വലിയ റിസ്ക്കാണ്. കമ്പനിയിൽ ബാധ്യതകൾ, ഡെപ്റ്റ് കൂടിക്കഴിഞ്ഞാൽ അതൊരു റിസ്ക്കിലേക്ക് നയിക്കുന്ന കാര്യമാണ്. അപ്പോൾ ശരിക്കും പൊളിറ്റിക്കലും എക്കണോമിക്കും സോഷ്യോ കൾച്ചറലും ടെക്നോളജിക്കലും എൻവയോൺമെൻറ്റലും ലീഗലും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അസസ് ചെയ്തിട്ടായിരിക്കണം. അതിലൊക്കെ ഉണ്ടാകുന്ന റിസ്ക് എലമെൻറ്റുകൾ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം ബിസിനസ്സിലേക്ക് പോകേണ്ടത്. അവിടെയാണ് പെസ്റ്റൽ അനാലിസിസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇനി റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന ആൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട എന്തെല്ലാം തരം റിസ്ക്കുകളാണ് ബിസിനസ്സിലുള്ളത്. എക്കണോമിക് റിസ്ക് ഉണ്ടാവാം, ഫൈനാൻഷ്യൽ റിസ്ക് ഉണ്ടാക്കാം. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിവിടെ ബാധിക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, ലിക്വിഡിറ്റി റിസ്ക്, ക്രെഡിറ്റ് റിസ്ക്, ഓപ്പറേഷൻ റിസ്ക്, സ്ട്രാറ്റജിക് റിസ്ക്, റെപ്യൂട്ടേഷൻ റിസ്ക്, കോമ്പറ്റീഷൻ റിസ്ക്, മാർക്കറ്റിംഗ് റിസ്ക്. അങ്ങനെ റിസ്കിനൊരു കയ്യും കണക്കുമില്ല. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ടെക്നോളജി ആൻഡ് സെക്യൂരിറ്റി റിസ്ക്, ഇതൊക്കെ റിസ്കിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ റിസ്ക് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഈ റിസ്കിനെ മാനേജ് ചെയ്യണ പ്രോസസ്സാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോയിന്റ് നമ്പർ 1 ഈസ് റിസ്ക് കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ഒരു കാര്യത്തെ പ്രോപ്പറായി മാനേജ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ റിസ്കിനെ കറക്റ്റായി മാനേജ് ചെയ്യണമെങ്കിൽ റിസ്ക് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഓരോ ബിസിനസ്സിനും റിസ്ക്കുകൾ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്ത ബിസിനസ്സുകൾക്ക് വ്യത്യസ്ത തരത്തിലായിരിക്കും റിസ്ക് വരുന്നത്. അപ്പോൾ എവിടെ റിസ്ക് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം. ഇപ്പോൾ ഒരു ഫ്ലവർ ഷോപ്പ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിസ്ക് എന്തൊക്കെയായിരിക്കും? ഒരു ഫ്ലവർ ഷോപ്പ് കാരണം ചെറിയ ലൈഫ് സ്പാനേ ഉള്ളൂ ഫ്ലവേഴ്സിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് വേഗം സംഭവിക്കണം. ഡെലിവറി ഓഫ് സ്റ്റോക്ക് ഓൺ ടൈം നടക്കണം. സ്റ്റോക്ക് ടു ബി സോൾഡ് ഓൺ സെയിം ഡേ നടക്കണം. കാരണം അത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ ലൈഫ് തീർന്നു പോവും, അത് പിന്നെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അവിടെ അതാണ് റിസ്ക്. വേറെ ബിസിനസ്സിനെ സംബന്ധിച്ച് വേറെ തരത്തിലായിരിക്കും റിസ്ക്. ഓരോ ബിസിനസ്സിലെ റിസ്ക് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് റിസ്ക് മാനേജ്മെൻറ്റിലെ ഒന്നാമത്തെ കാര്യം. 2, റിസ്ക് അനാലിസിസ് ആൻഡ് കോൺസിക്വൻസസ്. എങ്ങനെയാണ് റിസ്കിനെ അനലൈസ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് റിസ്ക് മുഖാന്തരം ഉണ്ടാവുന്ന കോൺസിക്വൻസസ്? വരുംവരായികളെ പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം. ടൈപ്പ് ഓഫ് റിസ്ക്, ഇമ്പാക്റ്റ് ഓഫ് റിസ്ക്, ടൈം ഓഫ് റിസ്ക്, റിസ്ക് പോസിറ്റീവാണോ നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണോ തരുന്നത്, റിസ്ക് എക്കണോമിക്കും ഫിനാൻഷ്യലുമായിട്ട് എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ റിസ്ക് നമ്മുടെ ടോട്ടൽ ഓപ്പറേഷൻസിനെ ബാധിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു പുതിയ സ്ട്രാറ്റജി കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന റിസ്ക് ആണോ, ഇതിനെയൊക്കെ വിശകലനം ചെയ്യലാണ് രണ്ടാമത് ചെയ്യുന്നത്. മൂന്നാമത് റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ. ഒരു കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ സംരംഭകൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യം റിസ്കിനെ നമ്മൾ വ്യക്തമായിട്ട് അസസ് ചെയ്യണം. ഈ റിസ്കിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ട്, ഇതിനെ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ പ്രോപ്പറായി കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇതെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്ത് ഇതിൻ്റെ ലഘൂകരിച്ച് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കിതിനു വേണ്ടി എന്ത് തയ്യാറെടുപ്പുകൾ എടുക്കണം. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസ്ക് മിറ്റിഗേഷനാണ്. റിസ്ക് ലഘൂകരിക്കുന്നത് എങ്ങനെ, റിസ്കിൻ്റെ ആക്കം കുറയ്ക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ ടീമും കൂടെ ഒന്ന് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പ്രിവെൻഷൻ പ്ലാനും ഉണ്ട്, കണ്ടിജൻസി പ്ലാനും ഉണ്ട്. ആ റിസ്ക് വഴി ഉണ്ടാകുന്ന റിസ്ക് എടുക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്താണ്, അതിനെങ്ങനെ സേഫ് ഗാർഡ് ചെയ്യാമെന്നുള്ളതിനാണ് പ്രിവെൻഷൻ പ്ലാൻ. ഇനി ഒരു സംഭവിച്ചു കഴിഞ്ഞു, റിസ്ക് എടുത്തതിൻ്റെ ഭാഗമായിട്ട് പ്രത്യാഘാതങ്ങൾ വന്നു തുടങ്ങി, ഇനി ഈ നിമിഷം എന്താണ് ബി പ്ലാൻ അല്ലെങ്കിൽ കണ്ടിജൻസി പ്ലാൻ എന്താണ്, പെട്ടെന്ന് ചെയ്യാനുള്ള പദ്ധതികൾ എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം വന്ന സ്ഥിതിക്ക് എന്ത് ചെയ്യണം, അങ്ങനെ പ്രശ്നം വന്നാൽ എന്ത് ചെയ്യണം, ഇതൊക്കെയാണ് കണ്ടിജൻസി പ്ലാനിലുള്ളത്. പിന്നെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില പ്രധാന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അസ്യൂം ആക്സെപ്റ്റ് എന്നുള്ളതാണ്. അസ്യൂം ആക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്,
നമ്മൾ അസ്യൂം ചെയ്യണം അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യണം ഈ റിസ്ക് എടുക്കുമ്പോൾ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇന്ന ഭാഗത്ത് ഇന്ന നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് സമയവും പണവും ഇത്ര നഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കി പോകുന്നതിനാണ് അസ്യൂം ആക്സെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അവോയ്ഡാണ് കണ്ടിജൻസി പ്ലാൻ്റെ ഭാഗമായിട്ട് അടുത്തുള്ളൂ. ഓക്കെ, ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ആളെ മാറ്റുന്നു അല്ലെങ്കിൽ ഈ പ്രോസസ്സോ സിസ്റ്റമോ മാറ്റി എഴുതുന്നു എന്ന് പറയുന്നത് അതിൻ്റെ അവോയ്ഡ് എന്ന് പറയുന്ന സിറ്റുവേഷനാണ്. ഇനി കൺട്രോളാണ് മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് അതിൻ്റെ അത് പറയാനുള്ളത്. നമുക്ക് എന്തൊക്കെ കൺട്രോൾ മെഷേഴ്സ് കൊണ്ടുവരാം. ടെക്നോളജി ആയിരിക്കും, ചിലപ്പോൾ ആ ടെക്നോളജിയെ ഏതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്യാൻ ആളുകൾ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി മെഷേഴ്സ് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്തരം കൺട്രോൾസാണ് വേറെ വേണ്ടത്. ദെൻ ട്രാൻസ്ഫറാണ് അടുത്ത പോയിന്റ്. കാരണം ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഈ റിസ്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ചിലപ്പോൾ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ആ റിസ്ക് കുറയ്ക്കാൻ നോക്കും. ദെൻ വാച്ച് ആൻഡ് മോണിറ്റർ ആണ് അടുത്ത പോയിന്റ്. നമ്മൾ ആ റിസ്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആക്ടിവിറ്റികളെ, കാരണം റിസ്ക് ലഘൂകരിക്കുന്നതിനെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അത് നോക്കണം, റിസ്കിൻ്റെ തോത് കുറഞ്ഞു വരുന്നുണ്ടോ, എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്, ബിസിനസ്സിൽ എന്ത് നേട്ടമാണ് റിസ്ക് എടുത്തുകൊണ്ട് ഉണ്ടാവുന്നത്, ഇതിന് വാച്ച് ആൻഡ് മോണിറ്റർ. അപ്പോൾ ഇനി ലാസ്റ്റ് 5th പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത് റിസ്ക് മോണിറ്ററിങ് എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയാണ്. റിസ്കിനെ നമ്മൾ എങ്ങനെയാണ് മോണിറ്റർ ചെയ്യേണ്ടത്? റിസ്ക് മോണിറ്റർ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ റിസ്കിൽ വരുന്ന ചേഞ്ചുകൾ എത്രത്തോളം ഉണ്ട്, ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ചിന് ഇൻറ്റേർണലും എക്സ്റ്റേണലും ആയിട്ട് ബിസിനസ്സിനെ അത് എങ്ങനെ ബാധിക്കുന്നുണ്ട്. ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ ബാധിക്കുന്നുണ്ടോ, എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷനെ, പ്രൊഡക്റ്റിനെ, സപ്ലയേഴ്സിനെയൊക്കെ ബാധിക്കുന്നുണ്ടോ. അതുപോലെ ഈ റിസ്ക് എടുത്തുകൊണ്ട് നമ്മൾ വിചാരിച്ചത്ര നേട്ടം അല്ലെങ്കിൽ നേട്ടത്തിനേക്കാൾ മുകളിലാണോ റിസ്കിൻ്റെ എലമെൻറ്റ്. ഇതൊക്കെയാണ് റിസ്ക് മോണിറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കൺസൾട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് റിസ്ക് മാനേജ്മെൻറ്റിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കൺസൾട്ട് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് അഡ്വൈസറി ടീം ഉണ്ടെങ്കിൽ ഇവരൊക്കെ ആയിട്ട് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതിനുള്ള സൊല്യൂഷൻസോ സജഷൻസോ എടുക്കുക. റിസ്കിനെ മിനിമൈസ് ചെയ്യുന്നതിനൊരു കോർ ടീം തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ കൺസൾട്ടൻസിൻ്റെ സപ്പോർട്ട് എടുക്കുക. കാരണം റിസ്ക് എന്ന് പറയുന്നത് ഇല്ലാത്തൊരു ബിസിനസ്സും ഇല്ല. പക്ഷേ അതിനെ വ്യക്തമായിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ ഏത് ബിസിനസ്സിനെയും ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, റിസ്ക്കുകളെ അതിജീവിക്കാൻ പറ്റും. അതിനൊക്കെ തീർച്ചയായിട്ടും ഈ പോയിന്റുകൾ നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. റിസ്കിനെ നന്നായി മാനേജ് ചെയ്തുകൊണ്ട് വിജയം കൈവരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.